നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൽ ഇതാ ആദ്യ സെമി ഫൈനലിൽ വിജയിച്ചുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FCയെ തകർത്തെറിഞ്ഞുകൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് FC ഫൈനലിലെ യോഗ്യത നേടിയിരിക്കുന്നു. ഒന്നാം സെമി ഫൈനലിൽ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് കണ്ണൂർ വാരിയേഴ്സ് FC നേടിയിരിക്കുന്നത്. അവരുടെ വിജയ ഗോൾ പെനാൽറ്റിയിലൂടെ സിനാനാണ് നേടിയത്. മത്സരത്തിൽ ഇരു ഭാഗത്തേക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഗോളാക്കി മാറ്റാൻ കാലിക്കറ്റിന് കഴിഞ്ഞില്ല. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലഭിച്ചൊരു സുവർണാവസരം ഉണ്ടായിരുന്നു. കാലിക്കറ്റിന് മുഹമ്മദ് അജിസലിന് അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അതുപോലെ തന്നെ 56-ാമത്തെ മിനിറ്റിൽ രണ്ടാം പകുതിയിൽ മറ്റൊരു അവസരം ഉണ്ടായിരുന്നു. ഇടത് വിങ്ങിലൂടെ മുന്നേറി മുഹമ്മദ് ആഷിഖ് നൽകിയ ക്രോസ് ക്യാപ്റ്റൻ പ്രശാന്തിനെ ഗോളാക്കി മാറ്റാൻ കഴിയാതെ പോയി. എന്നാൽ 71-ാമത്തെ മിനിറ്റിൽ കണ്ണൂർ അവരുടെ ഗോൾ കണ്ടെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എസിയർ ഗോമസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു സിനാന്. വലത്തോട്ട് ഡൈവ് ചെയ്ത് കാലിക്കറ്റ് ഗോൾ കീപ്പർ അജ്മൽ അത് തടയാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തട്ടിയാണ് പന്ത് വലയിലേക്ക് കയറിയത്. ഏതായാലും സിനാൻ്റെ 4ാമത്തെ ഗോളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും മത്സരം സമനിലയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ മറുഭാഗത്ത് കാലിക്കറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും ഒടുവിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയവുമായിട്ട് ഇതാ കണ്ണൂർ വാരിയേഴ്സ് FC സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയിപ്പം നാളെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ തൃശ്ശൂർ മാജിക് FCയും മലപ്പുറം FCയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിക്ക് ഓഫ്. ഡിസംബർ 19 കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ പോരാട്ടം. എന്തായാലും കണ്ണൂർ ഇതാ ഫൈനലിലേക്ക്, കാലിക്കറ്റ് പുറത്തേക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.